لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وفي روايته وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അഖീദത്തു അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്ന വളരെ പ്രാധാന്യവും വിശാലവുമായ ഒരു പഠന വിഷയമാണ് നാം കഴിഞ്ഞ ഖുത്ബകളിലൂടെയെല്ലാം പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഈമാനിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഖുത്ബയിൽ നാം അവസാനിപ്പിക്കുമ്പോൾ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ أفضلها قول لا إله إلا الله وأدناها حماتة العداء عن الطريق وفي روايته الحياء شعبة من الإيمان. ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. അഫ്ളലുഹാദിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമരമായ ഉജ്ജ്വലമായ ഇസ്ലാമിൻ്റെ നെടുംതൂണായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം അടുത്ത ഖുത്ബയിൽ പൂർണ്ണമായും നാം പ്രതിപാദിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അതിൻ്റെ ബാക്കിയായ അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് ശുഅബത്തു മിനൽ ഈമാൻ, ഈമാനിൻ്റെ ശാഖയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി നാം വളരെ പ്രാധാന്യത്തോടുകൂടി നിലനിർത്തേണ്ട ഒരു സംസ്കാരമാണ്, ഒരു കാര്യമാണ് അൽ ഹയാഉ, ലജ്ജ എന്ന് പറയുന്നത്. ഇന്ന് നിർലജ്ജം എന്തും ചെയ്യുക എന്നുള്ളതാണ് മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലുള്ള മനുഷ്യരെല്ലാം ആ രൂപത്തിലാണ്. നമുക്കിടയിലുള്ള കുടുംബങ്ങൾ പോലും ഇന്ന് ഹയാ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ആരോപണമല്ല, ആക്ഷേപമല്ല. നമുക്കൊക്കെ അറിയാം, പഴയ കാലത്ത് ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ അതിന് അള്ളാഹനെ മാത്രം പേടിച്ചാൽ പോരാ, ഒരുപാട് സൊല്യൂഷനുകളുണ്ട്, പ്രൊസീജിയറുകളുണ്ട്. പാപ്പാനെ പേടിക്കണം, നാട്ടിലെ
ആൾക്കാരെ പേടിക്കണം, അതേപോലെ തന്നെ അത് കാണുമെന്നുള്ള പേടി. അങ്ങനെയാണ് ഒരു കള്ളുകുടി ആയാലും ഒരു പുകവലി ആയാലും ഒരു സിനിമക്ക് പോയാലും ഒക്കെ അങ്ങനെയാണ്. ഇന്ന് അതെല്ലാം നമ്മുടെ വീട്ടിനുള്ളിൽ യാതൊരു തരത്തിലുള്ള മറയോ മാന്യതയോ ഇല്ലാതെ നിർലജ്ജം ഈ തോന്നിയാസങ്ങളെല്ലാം പരസ്പരം കാണുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു പൈശാചികമായ കാലഘട്ടമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ഒരിക്കലും തന്നെ ഈമാനില്ലാത്തവന്, അമാനത്ത് പാലിക്കാത്തവന് ഈമാനില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈമാൻ എന്നത് ഒരു അമാനത്താണ്. അത് കാത്തു സൂക്ഷിക്കാൻ ഈ ഖുതുബ നിർവഹിക്കുന്ന എനിക്കും അതുപോലെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്കും പൂർണ്ണമായും സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിനുള്ള മറുപടി. അതുകൊണ്ട് ഈ വിഷയം ഞാൻ പറയുന്നത് നിങ്ങൾ നന്നാക്കാനല്ല, ഞാൻ നന്നാകാൻ വേണ്ടിയാണ്, ഓരോരുത്തരും നന്നാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പല തെറ്റായ പ്രവർത്തനങ്ങളും പ്രവണതകളും നമ്മൾ ചെയ്യുന്നു. ഇത് എൻ്റെ സംസ്കാരത്തിന് യോജിച്ചതാണോ? ഇത് എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നതാണോ? ഇത് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? ഇത് എൻ്റെ സമൂഹം, എൻ്റെ നാട്, എൻ്റെ മഹല്ല്, എൻ്റെ കുടുംബം, എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, ഞങ്ങളുടെ തറവാട് ഇതിനൊക്കെ യോജിച്ചതാണോ എന്ന് പോലും ഒരിക്കൽ പോലും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വളരെ വലിയ ഒരു വേദനാജനകമായ അവസ്ഥ. നാണമില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം ദുസ്വഭാവങ്ങളിലേക്ക് നാം എത്തിപ്പെടുന്നത്. നാണം, അൽ ഹയാ, ലജ്ജ എന്നത് ഈമാനിൻ്റെ ശാഖയായതുകൊണ്ട് അത് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് നിഅ്മത്തുകൾ, അനുഗ്രഹങ്ങൾ അത് വാനോളം ആസ്വദിച്ചുകൊണ്ട് തന്നെ യാതൊരു ഉളുപ്പുമില്ലാതെ അഭിമാനബോധവുമില്ലാതെ പലരും ഇന്ന് തെറ്റായ ഈ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഹയാഉ ഖൈറു കുല്ലഹു. അൽ ഹയാഉ, ലജ്ജ എന്ന് പറഞ്ഞാൽ ഖൈറു കുല്ലഹു, അത് മുഴുവനും ഖൈർ മാത്രമാണ്. അപ്പോൾ ഒരാൾ ഒരു സംഗതിയിൽ അഭിപ്രായമൊന്നും പറയുന്നില്ല, മൂപ്പര് വളരെ നിശബ്ദനാണ്, അതേപോലെ തന്നെ ഒന്നും സംസാരിക്കുന്നില്ല, കൂടുതൽ ചിരിക്കാറില്ല, തമാശക്കൊന്നും കൂട്ടിക്കാറില്ല, അല്ലെങ്കിൽ എപ്പോഴും തല താഴ്ത്തിയ നടക്കല് നമുക്ക് കളിയാക്കലാണ് അല്ലേ? നമ്മൾ പറയാം എന്താ ഓൻ്റെ കഥ, ഒരു പിന്നെ പെണ്ണുങ്ങളെ മാതിരി ഒരു മിണ്ടാതെ നടക്കുന്ന ആള് അല്ല. അത് അൽ ഹയാഉ, ലജ്ജ എന്നത് കുല്ലുൻ, അത് മുഴുവനും എന്താണ്? ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അൽ ഹയാഉ ലാ യഅതി ബി ഖൈർ, ലജ്ജ ഖൈറിനെ അല്ലാതെ ഒരിക്കലും കൊണ്ടുവരികയില്ല. അൽ ഹയാഉ മിനൽ ഈമാനു, അൽ ഈമാനു മിനൽ ജന്ന. അതേപോലെ അൽ ഹയാഉ, ലജ്ജ എന്ന് പറയുന്നത് മിനൽ ഈമാൻ, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഒരു തന്റെ അഖീദയുടെ ഭാഗമാണ്, അവന്റെ തൗഹീദിന്റെ ഭാഗമാണ്. അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ആ മഹത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദിന്റെ ശാഖകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഈമാനു മിനൽ ജന്ന, ആ ഈമാൻ അവനെ എത്തിക്കുന്നത്, ആ ലജ്ജ എന്ന സംസ്കാരം അവനെ എത്തിക്കുന്നത് മിനൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല വൽ ബദഉ മിനശ് ശഫാ വശഫാഉ ഫിന്നാർ, വൽ ബദഉ മിനശ് ശഫാ, നിർലജ്ജം, ഒരു മാന്യതയുമില്ലാതെ മടിയുമില്ലാതെ എന്തും ചെയ്യുക എന്നത് എന്താണ്? അത് തോന്നിയാസമാണ്. വശഫാഉ ഫിന്നാർ, ആ തോന്നിയാസം, ആ ലജ്ജയില്ലായ്മ അവനെ എത്തിക്കുന്നത് നരകത്തിലേക്കാണ്. മാ കാന അൽ ഫാഹിഷതു ഫീ ഷൈഇൻ ഇല്ലാ ശാഅനഹു, നിർലജ്ജം എന്തും ചെയ്യുക എന്ന അവസ്ഥ വന്നാൽ ആ പ്രവർത്തനം വളരെ മോശമായിരിക്കും. സത്യമാണ്, ലജ്ജയില്ലാത്ത എന്ത് പ്രവർത്തനങ്ങളും വളരെ മോശമായിരിക്കും എന്നതാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതൊന്ന് സ്വയം ഇരുന്ന് ആലോചിച്ചാൽ ശരിയാണ്, അത് വളരെ മോശമായൊരു കാര്യമായിരുന്നല്ലോ, അത് എനിക്ക് ലജ്ജയില്ലാത്തത് കൊണ്ടാണ് എന്ന് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ ലജ്ജയോടുകൂടി, നാണത്തോടുകൂടി നാം എന്തൊരു പ്രവർത്തനം നടത്തുന്നുണ്ടോ അത് ആസ്വാദനമായിരിക്കും, അത് മാന്യതയുള്ളതായിരിക്കും, അത് സൗന്ദര്യമുള്ളതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നത് ആ രൂപത്തിലാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മണവാട്ടിയുടെ ഒരു മണിയറയിൽ ഇരിക്കുന്ന, ഒരു മണവാളന്റെ മുമ്പിൽ ഇരിക്കുന്ന മണവാട്ടിയെ പോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങേയറ്റം ആളായിരുന്നു. എന്നാൽ നാണം കുടുങ്ങി ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി നടക്കുന്ന ആൾ എന്ന അർത്ഥത്തിലല്ല, ലജ്ജയുള്ള ആളായിരുന്നു.
എന്ന് വ്യക്തമായി കൊണ്ട് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, ആ ചരിത്രം പറയുന്നിടത്ത് കാണാൻ കഴിയും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹലാഖ്, സ്വഭാവ ഗുണങ്ങളെ പറ്റി പറയുന്നിടത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റം നാണമുള്ള വ്യക്തിയായിരുന്നു, ലജ്ജയുള്ള വ്യക്തിയായിരുന്നു എന്ന് ചരിത്രത്തിൽ ആദ്യമായി ഔറത്ത് മറച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ബാഹ്യമായ ഔറത്ത് മാത്രമല്ല അതിൻ്റെ ഒരു മാന്യമായ വസ്ത്രം എന്ന നിലക്ക് പൈജാമ ധരിച്ച വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നതുകൊണ്ടാണ് സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കുന്ന വ്യക്തി ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്ന് പറയാനുണ്ടായ കാരണം. അതേപോലെ തന്നെ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് നമുക്കറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ വംശത്തിൽപ്പെട്ട ഖിബ്തി എന്ന വംശജനെ കൊന്ന് അല്ലെങ്കിൽ ഒരു അടിയടിച്ചപ്പോൾ അത് മരിച്ചുപോയി. അങ്ങനെ ആ മരണപ്പെട്ടപ്പോൾ ഫിറഔന്റെ ആളുകൾ അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടി, പിടികൂടുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പട്ടാളക്കാർ തെരഞ്ഞു നടന്നതിനെ സംബന്ധിച്ച് ഒരാൾ വന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ നാട് വിട്ടു. അങ്ങനെ നാട് വിട്ട് അദ്ദേഹം പിന്നെ ഒരു പ്രദേശത്തെത്തിക്കഴിഞ്ഞു. ആ പ്രദേശത്ത് എത്തിയപ്പോൾ അവിടെ നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പെൺമക്കൾ അവരെ ആടിനെ വെള്ളം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അവിടെ നിറച്ച് ആണുങ്ങളുണ്ട്. ആ ആണുങ്ങൾ ആടിനെ വെള്ളം കുടിപ്പിക്കുമ്പോൾ അവിടേക്ക് വരാൻ കഴിയാതെ അവർ ലജ്ജയോടുകൂടി നാണിച്ചുകൊണ്ട് ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 പെൺമക്കൾ ആടുകളുമായി അവിടെ മാറി നിൽക്കുക. ആ ആടുകളുമായി മാറി നിന്നതിന് ശേഷം ഇത് കണ്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അടുത്തേക്ക് തലതാഴ്ത്തി ചെന്നുകൊണ്ട് മാന്യതയോടുകൂടി അവരെ ആടുകളെ വാങ്ങി അങ്ങനെ അവിടുന്ന് വെള്ളം കൊടുത്തു, അവർക്ക് തിരിച്ചു കൊടുത്തു. എന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. ഖാല ദാലിക, നോക്കൂ നിങ്ങൾ, ഫലമ്മാ ഖളാ മൂസാ അൽ അജലു വസാറ ബി അഹ്ലിഹി. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കർമ്മം ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അള്ളാഹുവേ, ഞാൻ ഈ കർമ്മം ചെയ്തത് നിന്റെ വജഹിന് വേണ്ടി മാത്രമാണ്. അതോടൊപ്പം എനിക്ക് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്ത്? നിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ഖൈറുണ്ടെങ്കിലും ഫഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇല്ലാ മിൻ ഖൈറിൻ ഫഖീർ. ഇത് നമുക്കൊക്കെ ഒരു ഗുണപാഠമാണ്. അള്ളാഹുവിൻ്റെ വജഹ് മാത്രം ആഗ്രഹിച്ച് നിർണായകമായ പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരാൾക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുത്ത് ഒരു ഹൈർ ചെയ്തു കൊടുത്താൽ ആ നന്മ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അത് റബ്ബ് ഏറെ ഇഷ്ടപ്പെടുന്നതും പരിഗണിക്കുന്നതും ഉത്തരം ചെയ്യുന്നതുമായ ഒരു അമലാണ് എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 3 ആളുകൾ ഗുഹയിൽ അകപ്പെട്ടപ്പോൾ ആ ഗുഹാമുഖത്തിൻ്റെ അടഞ്ഞ പാറക്കല്ല് ഒരു നിലക്കും ഒരു മനുഷ്യരെ കൊണ്ട് തള്ളി തുറക്കാൻ പറ്റാത്ത ആ ഒരു പാറക്കല്ലിനെ ദുആ കൊണ്ടാണ് തുറന്നത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഖുർആൻ പറയുന്നൊരു കാര്യം ഇതാണ്. ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാഇ ഖാലത് ഇന്നി. അതായത് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 പെൺമക്കൾ അവരെന്ത് ചെയ്യാണ്? പിന്നെ അതേ ലൊക്കേഷനിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് അവിടെ വിശ്രമിച്ച് ക്ഷീണിച്ച് ഒറ്റപ്പെട്ടിരിക്കുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുകയാണെന്ത്? ഫജാഅതു ഇഹ്ദാഉമാ, അവർ 2 മക്കളും വന്നിട്ട് തംശി അലാ ഇസ്തിഹ്യാ. കണ്ടോ, അവിടെ ഖുർആൻ വ്യക്തമായി പറഞ്ഞത് എന്താണ്? ആ മക്കൾ, ആ 2 പെൺമക്കൾ വന്നുകൊണ്ട് വളരെ ലജ്ജയോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്നാണ്. അവിടെ ഈ ഖുർആൻ പറയുന്നത് എന്താണ്? ആ ലജ്ജയാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരങ്ങൾ, അവരുടെ ശരീരത്തിന് അംഗലാവണ്യങ്ങൾ, അതെല്ലാം മറ്റുള്ള ആളുകളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള മാന്യതയുമില്ലാത്ത ലജ്ജയുമില്ലാത്ത ഒരു സംസ്കാരത്തിലേക്കാണ് ഇന്ന് നമ്മുടെ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങുന്ന മക്കൾ, ഭാര്യമാർ, സഹോദരിമാർ, ഈ പെണ്ണുങ്ങൾ ഇതുപോലെ തന്നെയാണെന്ന് യാതൊരു സംസ്കാരവുമില്ലാതെയാണ് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായി കൊണ്ടാണ് ആ കാര്യത്തിൽ ഗൗരവമേറിയ
താക്കീതുകൾ നൽകിയിട്ടുള്ളത്. യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുസ്ലിമീൻ വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യഖറഫന ഫലാ യുഅദൈന. യാ അയ്യുഹൻ നബിയ്യു പ്രവാചകരെ മുഹമ്മദ് നബിയേ, കുല്ലി അസ്വാജിക താങ്കളുടെ ഭാര്യമാരോട് താങ്കൾ പറയണം, വബനാതിക പെൺമക്കളായ താങ്കളുടെ പെൺമക്കളോടും പറയണം, വനിസാഇൽ മുഅ്മിനീൻ അതുപോലെ മുഅ്മിനാത്തുകളായ മുഴുവൻ സ്ത്രീകളോടും പറയണമെന്ന്. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന അവരുടെ ശിരോവസ്ത്രങ്ങൾ അവരെ മാറിലേക്ക് താഴ്ത്തിയിടട്ടെ. അവിടെ ഔറത്ത് മറക്കണം. അവിടെ സംസാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ സഹോദരങ്ങളെ പുരുഷന്മാരോടുമൊക്കെ തന്നെ പറഞ്ഞു, فلا تدخلوها حتى يؤذن لكم وإن قيل ارجعوا فارجعوا وأزكى لكم والله بما تعملون عليم. 24-ാം അധ്യായം സൂറത്ത് നൂർ അതിന്റെ 28-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, فإن لكم تجدوا فيها أحد فلا تدخلوها حتى يؤذن لكم ارجعوا. നിങ്ങൾ ഒരു വീടിന്റെ മുമ്പിലെത്തി, ആ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് എങ്കിൽ നിങ്ങൾ കോളിംഗ് ബെല്ലടിക്കുക, ഉറക്കനെ സലാം ചൊല്ലുക, ഞാൻ ഇന്ന ആളാണെന്ന് വെളിപ്പെടുത്തുക. അല്ലാതെ അവിടെ നിങ്ങൾ ഒളിഞ്ഞു നോക്കുക, അവിടുത്തെ കർട്ടൻ പൊന്തിച്ചു നോക്കുക, വാതിലിൻ്റെ ഇടയിൽ കൂടെ നോക്കുക, അടുക്കളുടെ ഭാഗത്ത് കൂടെ ചെന്നാണ് താത്ത അവിടെ ആരുമില്ല എന്ന് ചോദിക്കുക. ഇതൊക്കെയാണ് പല ആൾക്കാരുടെ സംസ്കാരം. അവിടെ പോലെ അടുക്കളയിൽ എങ്ങനെ ഇരിക്കുക, നീ നന്നാക്കുണ്ടാവും, തലി തട്ടല്ലാത്ത അവസ്ഥ ഉണ്ടാവും, പല അവസ്ഥയുണ്ടാവും. അപ്പാണ്ട് ചെല്ലലാണ്, ഓട്ടോ ഡ്രൈവറായാലും മറ്റോനായാലും ഒക്കെ ആണ് ചെല്ലല. എന്നിട്ട് ഈ കോന്ത പെരലുള്ളിൽ നിന്നാണ്ട് പറയുന്നത് ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ സോഷ്യലാണ്, അങ്ങനെ പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ എത്ര വ്യക്തമായിട്ടാണ് ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇയ്യാകും വദഖൂൽ അലൻ നിസാ, നിങ്ങൾ സ്ത്രീകളുടെ അരികിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ആ സമയത്ത് ഫഖാല റജുലുൻ മിനൽ അൻസാരി, അൻസാരി സഹാബിയിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, അഫറഅയ്തുൽ ഹമ്മ, നബിയെ അത് ഹമ്പാണെങ്കിലും കയറി ചെല്ലുമ്പോൾ സൂക്ഷിക്കണോ? എന്താ ഹമ്പ് എന്ന് പറഞ്ഞാൽ? ഹമ്പ് അഞ്ചന്റെ ഭാര്യ, ഏട്ടന്റെ ഭാര്യ, ഇതൊക്കെ ഹമ്പപ്പെട്ടതാണ്. അപ്പൊ അങ്ങനത്തെ അത്രയും വീട്ടിനുള്ളിലുള്ള വ്യക്തികളാണെങ്കിൽ സൂക്ഷിക്കണോ? വിശ്വാസം പറഞ്ഞു, അൽഹം വൽ മൗത്ത്, അഞ്ചന്റെ ഭാര്യയാണെങ്കിൽ മൗത്തിന് തുല്യമാണ്, മരണത്തിന് തുല്യമാണ്. അന്യന്റെ പെരീക്ക് കയറി ചെല്ലുമ്പോ പരിസരം പേടിക്കണം. നേരത്തെ അഞ്ചന്റെ ഭാര്യന്റെ അടുത്ത് പോകുമ്പോഴോ ഏട്ടന്റെ ഭാര്യന്റെ അടുത്ത് പോകുമ്പോഴോ ഓനെ കൂളായിട്ട് പോകാം. കാരണം എന്താ, ഓനെ പെരീക്കല്ലേ കയറി ചെല്ലുന്നത്. എത്ര വീടുകളിലാണ് സഹോദരങ്ങള് ഈ രൂപത്തിലുള്ള സംഗതികൾ നടക്കുന്നത്. കല്യാണം കഴിഞ്ഞാല് അല്ലേ, കല്യാണം കഴിഞ്ഞാല് ഈ പുതിയണ്ണിനെ കൊണ്ടിട്ട് പറയാണ്, പിന്നെ ജ്യേഷ്ഠരാണ്, ആ കൈ കൊടുക്കുക, അസ്സലാമു അലൈക്കും, ഓൻ കൈ കൊടുക്കുക. ഇത് അഞ്ചനാണ്, അഞ്ചൻകുട്ടി കൈ കൊടുക്കുക. എന്നിട്ട് ഏട്ടന്റെ പെണ്ണുങ്ങളെ അഞ്ചൻകുട്ടി ബൈക്ക് കൊണ്ടുപോവുക, ആ അഞ്ചന്റെ ഭാര്യനെ ജ്യേഷ്ഠൻ കൊണ്ടയാക്കുക. മൂത്താപ്പാന്റെ മോള്, എളാപ്പാന്റെ മോള്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതെല്ലാം ഹറാമായ ബന്ധങ്ങളാണ്. ഒരിക്കലും അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര ഗൗരവത്തിൽ പറഞ്ഞതാണ്, ഈമാൻ വേണം, ലജ്ജ വേണം, ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ലജ്ജയ്ക്ക് പലതരത്തിലുള്ള ഇനങ്ങളുണ്ട്. ലജ്ജ എന്ന് പറയുന്നത് ഈമാന്റെ ഭാഗമാണ്, അതിന് ഇനങ്ങളുണ്ട്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അഖീദ വിശദീകരിച്ചിടത്ത്, ഈമാൻ പറഞ്ഞിടത്ത് 3 കാര്യങ്ങൾ അത് പറഞ്ഞു വന്നു. ഒന്ന് ഹയാഉൽ കറമുൽ നഫ്സി, മാന്യതയുടെ ലജ്ജ. എന്താ മാന്യതയുടെ ലജ്ജ എന്ന് പറഞ്ഞാൽ, പലരും ഉപദ്രവിക്കുന്നു, പലരും നമ്മെ പരിഹസിക്കുന്നു, പക്ഷേ മിണ്ടാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഓർക്ക് തിരിച്ചു പറയാൻ തൊള്ളലേറ്റല്ല, കഴിവില്ലാത്തതുകൊണ്ടല്ല, വാചാലത ഇല്ലാത്തത് കൊണ്ടല്ല, തിരിച്ച് അങ്ങോട്ടും അതേ രൂപത്തിൽ ഇടപെടാൻ കഴിയാത്തതുകൊണ്ടല്ല. പക്ഷേ അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ഈമാന്റെ ഭാഗമാണ് ലജ്ജ എന്നതുകൊണ്ട് ഓർക്ക് തിരിച്ച് പ്രതികരിക്കാൻ കഴിയില്ല, ഓൻ മാന്യനായത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഹയാഉൽ കറമു അൻ-നഫ്സ്, അത് മാന്യതയുടെ ലജ്ജ, അത് നമുക്ക് വേണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ 25-ാം അധ്യായം അതിൽ 63-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല ഇബാദുർ റഹ്മാനിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു. അവിടെ കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
وعباد الرحمن الذين يمشون على الأرض حولا وإذا خاطبهم الجاهلون قالوا سلاما. ഖുർആൻ പറയാ അവരാരാണ്? ഇബാദുർ റഹ്മാൻ ആരാണ്? ഭൂമിയിലൂടെ നടക്കുന്നവരാരാണ്? അല്ലദീന യംശൂന അലൽ ഹൗദ്, അവർ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഔന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. ലജ്ജയില്ലാത്തവൻ, അവിവേകി, പക്വതയില്ലാത്ത ജാഹിലീങ്ങൾ അവന്റെ നേർക്ക് എന്തു പറഞ്ഞാലും അവൻ തിരിച്ചതിന് പ്രതികരിക്കൂല. ഖാലൂ സലാമ എന്ന് പറഞ്ഞിട്ട് ചെയ്യും, തിരിച്ചു പോരും. നമ്മളോ ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയും അല്ലേ? തിരിച്ച് അതിനപ്പുറം കൊടുക്കും. ആ രൂപത്തിലുള്ള സംസ്കാരമാണ് നമുക്കൊക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹയാഉൽ കർമ, മാന്യതയുടെ ലജ്ജ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, ഹദീസ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഹയാഉൽ ഇജ്ലാൽ, മഹത്വത്തിന്റെ നാണം. മഹത്വത്തിന്റെ നാണം, മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇസ്സത്ത്, പ്രതാപം. അത് മഹത്വം, ഈമാന്റെ ഭാഗമാണ്. അതുള്ള ഒരാൾക്ക് ലജ്ജ ഉണ്ടാകും. ലജ്ജ ഇല്ലെങ്കിൽ ഓനക്ക് എന്തില്ല? ഈമാനില്ല. ചില ആളുകൾ പറയും സംഗതി നല്ല തൊപ്പിൻ താടിയൊക്കെ ഉള്ള ആൾ തന്നെയാണ്, പക്ഷെ തൊള്ള തുറന്ന മഹാ മോശമാണ്, മുമ്പേ ഇടപഴകാൻ പറ്റൂല. തൊള്ളിയിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? പള്ളിൻ്റെ സെക്രട്ടറി ആയിരിക്കും, ആ നാട്ടിലെ ദഅവത്ത് പരിപാടി നടത്തുന്ന ആളായിരിക്കും, പല പരിപാടികളിലും ഇടപഴകുന്ന ആളായിരിക്കും. പക്ഷേ തമ്മിൽ ഇടപാടിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റി വെക്കണം, പഴയ സംസ്കാരം പുറത്തേക്കിട്ട് വരും. തൊള്ളി തോന്നിയാൽ വിളിച്ചു പറയുന്ന ആൾ, അത് മോശമാണ് സഹോദരങ്ങളെ. ഹയാഉൽ ഇജ്ലാൽ നിർബന്ധമാണ്. മഹത്വത്തിന്റെ നാണം നമുക്ക് വേണം. ഒരാളോടുള്ള മഹത്വം കൊണ്ടുള്ള നാണമാണ്. അശദ്ദുന്നാസു ഹയാഉൻ മിനല്ലാഹ്, ജനങ്ങളിൽ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ നാണമുള്ളവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്നുകൊണ്ട് ഒരു സ്വഹാബി ഒരിക്കൽ ചോദിച്ചു, നബിയെ, നിങ്ങളുടെ ഔറത്ത് എന്തൊക്കെയാണ്? ഔറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ ഭാര്യയിൽ നിന്നും നിന്റെ അടിമ സ്ത്രീയിൽ നിന്നും ഒഴിച്ച് ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം നീ നിന്റെ ഔറത്തിനെ മറക്കണം. അപ്പം ഔറത്തിന്റെ പരിധി ഭാര്യയുടെ മുമ്പിലും അടിമ സ്ത്രീയുടെ മുമ്പിലും എന്ത് ചെയ്യുക? അവിടെ ഔറത്തിന് പരിധിയില്ല. അല്ലാത്തവരുടെ മുമ്പിൽ നീ മറക്കണം, അതാണ് നിന്റെ ഔറത്തിന്റെ പരിധി. അപ്പൊ സ്വഹാബി ഒന്നുകൂടെ ചോദിച്ചു, ഞങ്ങളിൽ ഒരാൾ ഭാര്യയില്ല, അടിമ സ്ത്രീയില്ല, ഒറ്റക്കാണെങ്കിലോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ നീ ഒറ്റക്കാണെങ്കിൽ ജനങ്ങളെക്കാൾ നീ ലജ്ജിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. കണ്ടോ? ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഫഖീഹായ മസ്അലയിൽ, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ, കുളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒളുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ ഉലമാക്കൾ പറയുന്നുണ്ട് എന്ത്? നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ 4 ഭാഗവും അടഞ്ഞു കിടക്കുന്ന ടോയ്ലറ്റുകളാണ്. മൂത്രപ്പരായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ വസ്ത്രമില്ലാതെ കുളിക്കുക, വസ്ത്രമില്ലാതെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് സൂക്ഷ്മത കുറവാണ്. അവിടെ നീ ഒറ്റക്കാണെങ്കിലും ലജ്ജിക്കാൻ നിനക്ക് കടപ്പെട്ടവൻ അല്ലാഹുവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ സംബന്ധിച്ച് അഫ്ളലായ രീതി ഔറത്ത് മറച്ച് കുളിക്കുക എന്നുള്ളതാണ്. ഔറത്ത് മറച്ച് മലശോചന, മലമൂത്ര വിസർജന നടത്തുക എന്നുള്ളതാണ്. എന്നാൽ അത് നിർബന്ധമാണോ? നിർബന്ധമാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടില്ല. കാരണം അതിന് ഫഖീഹായ മസ്അലയിൽ എന്തുണ്ട്? ഒരുപാട് മസ്ലഹത്തുകളുണ്ട്. അതുകൊണ്ട് അത് ജായിസാണ്, മറക്കാതെ കുളിക്കൽ. എന്നാൽ മറയോടുകൂടി ഉള്ളിൽ ഔറത്ത് മറക്കാതെ കുളിക്കൽ ജായിസാണ്. അല്ലാതെ പബ്ലിക് സ്ഥലത്ത്, പൊതുസ്ഥലത്ത് ആളുകൾ കാണുന്നിടത്തല്ല. ആ രൂപത്തിലാണ് എന്ന് പ്രത്യേകം പറഞ്ഞു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകൾ പറയുന്നിടത്ത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിന്റെ മുകളിൽ ഒരൽപ്പം സൗബ് ഇങ്ങനെ ഉയർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടയുടെ ഒരു ഭാഗം ഇങ്ങനെ അറിഞ്ഞോ അറിയാതെ കണ്ടു. അപ്പോൾ അവിടെ ഉള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ സ്വഹാബികളുടെ കൂടെ ഇരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സ്വഹാബത്തും അത് പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു കയറി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തൻ്റെ സൗബൊക്കെ ഒന്ന് റെഡിയാക്കി താഴ്ത്തി ആ ഭാഗമൊക്കെ ഒന്ന് മറച്ചു അറിയാതെ. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് അതുണ്ടല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നിങ്ങളത് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്തായാലും മഹാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെക്കാളും നാണമുള്ളവൻ, ലജ്ജയുള്ളവൻ വേറെയില്ല. അദ്ദേഹത്തിൻ്റെ ഭൂമിയിലൂടെയുള്ള നടത്തത്തെ മലക്കുകൾ പോലും ബഹുമാനിക്കുന്നു എന്നാണ്. മലക്കുകൾ പോലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുമ്പിൽ ബഹുമാന പുരസ്കരമാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രത്തോളം ശ്രേഷ്ഠകരമായ ഒരു ഈമാന്റെ ഭാഗമാണ് സഹോദരങ്ങളെ അത് എന്ന് നമ്മൾ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായി ഹയാഉൽ ഉബൂദിയ്യ, ആരാധനയിൽ ഉള്ള ലജ്ജ.
ആരാധനയിലുള്ള ലജ്ജ ഉബൂദിയ, അൽ ഹയാഉൽ ഉബൂദിയ. അള്ളാഹു കൽപ്പിച്ചത് എവിടെ വെച്ചായാലും അത് ഞാൻ എടുക്കും. അള്ളാഹു തആല വിരോധിച്ചത് എവിടെ വെച്ചായാലും ശരി അത് ഞാൻ പൂർണ്ണമായി ഒഴിവാക്കും. അതാണ്. അതിന് ട്രെയിനിലായാലും ബസ്സിലായാലും ടൂർ പോകുമ്പോഴായാലും ഒക്കെ നിസ്കരിക്കും. ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നിസ്കരിക്കാൻ വലിയ മടിയാണ്. ആൾക്കാർ കാണൂലേ അല്ലേ? അതേപോലെ തന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കുറെ ലജ്ജയാണ്. എന്താ? അള്ളാഹ് കൽപ്പിച്ചത് എവിടെയായിരുന്നാലും ഇന്നല്ലാഹ ഫറള അലൈക്കുമുൽ ഫറാഇല ഫലാ തുഖയ്യിദൂഹാ, അല്ലാഹു തആല നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായും കൃത്യമായി നിങ്ങൾ ചെയ്യുക. അതാണ് സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒന്നാമത്തെ പണി. അതുകൊണ്ട് അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് ഞാൻ വിട്ടുവെച്ചില്ല. ആരിൻ്റെ മുമ്പിലുണ്ടായാലും ആർക്കൊക്കെ തോന്നിയാലും ഇപ്പം കല്യാണ വീടുകൾ വലിയ വലിയ ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് ചില ആൾക്കാർ ഇടത്തെ കൈ കൊണ്ടാണ് എന്ത് ചെയ്യുക? ഗ്ലാസ് പിടിക്കുക. ചില ആൾക്കാർക്ക് ഇനി അത് വലിയ തെറ്റാന്ന് മനസ്സിലാവും. എന്നാലും അവർ എന്ത് ചെയ്യും? വലത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് വലത്തെ കൈ ഒന്ന് താങ്ങി കൊടുക്കും, സപ്പോർട്ട്. ഇതൊന്നും വേണ്ട ആവശ്യമില്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ചെയ്യുന്നതിൽ ഒരു ലജ്ജയും വേണ്ട. നല്ല ഈമാനോടുകൂടി എന്ത് ചെയ്യണം? അവിടെ അത് ചെയ്യണം. അത് വ്യക്തമായി സഹോദരങ്ങളുള്ളതാണ്. എന്നാൽ വിരോധിച്ച കാര്യങ്ങളോ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ അഥവാ വന്നു പോയാലോ ധാരാളമായി നമ്മൾ ഇസ്തിഗ്ഫാർ എടുക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് സഹോദരങ്ങളെ ഈ ഒന്നാം ഖുത്ബയിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്തഹിയൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അല്ലാഹുവിനോട് ലജ്ജിക്കേണ്ട വിധം ലജ്ജിക്കണം. ഖാല ഖുൽനാ യാ റസൂലല്ലാഹ് ഇന്നാ ലനസ്തഹിയ വൽഹംദുലില്ലാഹ്, എങ്ങനെയാണ് ഞങ്ങൾ അല്ലാഹുവിനോട് ലജ്ജിക്കേണ്ടത്? ലൈസ ദാലിക്, നിങ്ങൾ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. നീ നിന്റെ തലയെ സംരക്ഷിക്കണം. അള്ളാഹുവിന് മുമ്പിലല്ലാതെ അനുസരിക്കരുത്. എന്നാൽ അള്ളാഹിന് മുമ്പിലല്ലാതെ ആ തല വേറെ മുമ്പിൽ കുനിക്കരുത്. സുജൂദ് ചെയ്യുന്ന വിഷയമാണ്, തല കുനിക്കുന്ന വിഷയമാണ്, നട്ടല് വളക്കുന്ന വിഷയമാണ്. അള്ളാഹുവിന് മുമ്പിലല്ലാതെ ഒരിക്കലും തന്നെ നീ ആ തല കുനിക്കരുത്. അതേപോലെ തന്നെ ആ തല ഉയർത്തിക്കൊണ്ട് നീ സംരക്ഷിക്കണം. അതായത് കണ്ണ്, കാത്, നാവ് ഇതെല്ലാം ആ തലയുടെ അവയവങ്ങളാണ്. അതിനെല്ലാം നീ സംരക്ഷിക്കണം. അതേപോലെ തന്നെ മരണത്തെയും നിന്റെ നാശത്തെയും ഓർത്തുകൊണ്ടിരിക്കുക. മരണത്തെയും നിന്റെ നാശത്തെയും എന്ത് ചെയ്യുക? നീ ഓർത്തുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഇത് ചെയ്താൽ അവൻ ഹയാഇന്റെ സംരക്ഷകനായി. അപ്പോൾ അൽ ഹയാഉൽ ഉബൂദിയ, ഇബാദത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിർബന്ധമായി കൽപ്പിച്ചത് ഏതവസ്ഥയിലായാലും ചെയ്യുക, അള്ളാഹ് വിരോധിച്ചത് ഏതവസ്ഥയിൽ ഒഴിവാക്കുക. അപ്പോൾ ഈമാന്റെ ഭാഗമായ ഈ ലജ്ജയെ നാം കാത്തു സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയാ ഉള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് വസികും വഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കർമ്മശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ചാണ് രണ്ടാം ഖുത്ബയിൽ നാം ചില കാര്യങ്ങൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വുദൂവിൻ്റെ വെള്ളം അത് ബർക്കത്തുള്ള വെള്ളമാണെന്നും അവയവങ്ങളിലൂടെ പാപങ്ങൾ കഴുകിക്കളയുന്ന ഒരു മഹത്തായ കർമ്മം കൂടിയാണ് എന്നും അതുകൊണ്ട് പൂർണ്ണമായും അവയവങ്ങൾ കഴുകി അതിൻ്റെ എണ്ണം തികച്ചുകൊണ്ട് തന്നെ ആ നിയ്യത്തിൽ നമ്മൾ വുദൂ എടുക്കണമെന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു. ഇതോടൊപ്പം തന്നെ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൗലാ അൻ അശുക അലാ ഉമ്മത്തി വഅമർതുഹും ബിസിവാകി മഅ കുല്ലി വുദൂ. വിശ്വാസം പറഞ്ഞ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വൃത്തിയുടെ ഭാഗമായി പറഞ്ഞൊരു കാര്യമാണെന്ത്? ലൗലാ അൻ അശുക അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവൂല എങ്കിൽ, ആകുമായിരുന്നില്ലെങ്കിൽ ല അമർത്തഹും, ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു ബിസിവാകി മഅൽ വുദൂഇ, എല്ലാ വുദൂവിനും എല്ലാ നിസ്കാരത്തിന് വേണ്ടി എടുക്കുന്ന വുദൂവിൻ്റെ മുമ്പും അവരോട് പല്ല് തേക്കാൻ. അപ്പോൾ ബ്രഷ് ചെയ്യുക എന്നുള്ളത് അത് വായിൽ വിരലിട്ടുകൊണ്ട് ശുദ്ധിയാക്കുക എന്നായാലും വേണ്ടിയില്ല, അറാക്കിൻ്റെ കൊള്ളി ഉപയോഗിക്കലാനും വേണ്ടിയില്ല. സാധാരണ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് പല്ല് തേക്കുന്ന വിഷയമായാലും കുഴപ്പമില്ല. 5 നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുമായിരുന്നു, പക്ഷെ അത് നിർബന്ധമാക്കിയിട്ടില്ല. ഓരോ വക്ത്
നിസ്കാരത്തിൻ്റെ വുളൂഇൻ്റെ മുമ്പും ശുദ്ധീകരിക്കുക എന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ, അതേപോലെ തന്നെ ഉള്ള ആ മധുരങ്ങൾ, പാനീയങ്ങളുടെ മധുരങ്ങൾ എല്ലാം നമ്മുടെ എച്ചിലായി പല്ലുകൾക്കിടയിലൊക്കെ ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യുക, വുളൂഇൻ്റെ മുമ്പ് നമ്മളൊന്ന് 3 വട്ടം കുപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വിരലിട്ട് കണ്ട് ഒന്ന് ഓക്കാനിച്ചതാക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വിരലിട്ട് കൊണ്ട് ബ്രഷ് ചെയ്യുന്ന രൂപത്തിലാക്കുകയൊക്കെ ചെയ്യുന്നതും വളരെ അഫ്ദലാണ്. ചില ആളുകൾ അറാക്കിൻ്റെ കൊള്ളിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ടാവും, പോക്കറ്റിലിട്ടിട്ട്. അതൊക്കെ ഇങ്ങനെ വരുന്ന പോലെ ഒരു പ്രത്യേക സിമ്പിളായിട്ട് അടയാളമായിട്ട് നമ്മളിങ്ങനെ കളിയാക്കലുണ്ട്. അതൊന്നും വേണ്ട. ഇതൊക്കെ റസൂലുള്ളാഹിയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. ഇനിയും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇന്ന് ഖുതുബ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ആഴ്ചയും ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പള്ളിയിലൊക്കെ പങ്കെടുക്കുന്ന സഹോദരങ്ങളുടെ ബന്ധു മിത്രാദിനിയാണ്, ഒരു സഹോദരിയാണ്. അപ്പോൾ മയ്യത്ത് നമസ്കാരം നമ്മുടെ മഹല്ല് പള്ളിയിൽ വെച്ചാണ്. ജുമാ കഴിഞ്ഞാൽ ഉടൻ തുടങ്ങുമെന്ന് അറിയിച്ചതുകൊണ്ട് സമയം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം മഅഫറത്തും മർഹമത്തും നൽകിക്കൊണ്ട് നിറക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ മുകൾ ഭാഗത്ത് ഷീറ്റ് ഇടുന്ന കാര്യം നമ്മൾ പണ്ട് റമദാൻ്റെ ക്ലാസ്സിലൊക്കെ ഖുതുബയിലൊക്കെ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ ആ പള്ളിയുടെ ഷീറ്റിൻ്റെ എക്സ്പെൻസ് 5 ലക്ഷം രൂപയാണ്. അതിലേക്ക് 2.5 ലക്ഷം രൂപ നമ്മുടെ ഒരു സഹോദരൻ നൽകിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, മബ്റൂക്ക് അൽഫ മറ. അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു സന്തോഷവും ബർക്കത്തും നൽകട്ടെ. അതിലേക്ക് ചെറുതും വലുതുമായ സംഖ്യകൾ കൊടുത്തവരും ഇനി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതൊന്നും ആഗ്രഹിച്ചിട്ടും പൈസ ഇല്ലാത്തവർക്കൊക്കെ അല്ലാഹു തആല അതിൻ്റെയൊക്കെ പ്രതിഫലം നൽകുമാറാകട്ടെ. മൻ മനാ മസ്ജിദൻ ലില്ലാഹി തആല ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനേക്കാൾ ചെറിയ പള്ളിയായാലും അത് നിർമ്മിക്കാൻ പണം കൊടുത്തവർക്ക് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു ഭവനം പണിതു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതിലേക്ക് ബാക്കിയുള്ള പണം കൊടുക്കാൻ കഴിയുന്നത് അത് ഓരോ വിശിക്കിത്തമ്പ്ര ഒരു കാരക്കേടച്ചികളാണെങ്കിലും നിങ്ങൾ വത്തക്കുന്നാർ നരകത്തെ കാക്കണം സ്വതക്ക കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പള്ളിയുടെ കാര്യം നമ്മുടെ വീടിനേക്കാൾ പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ മുകളിലേക്ക് ഷീറ്റിടുന്ന വിഷയത്തിൽ ഇനിയും ഒരൽപ്പം പൈസ ബാക്കിയുണ്ട്. അതും ഇതുപോലെ കൊടുക്കാൻ തയ്യാറാകണം എന്ന് മുഅ്മിനീങ്ങളായ ആളുകളോട് ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള ആഫിയത്തും ഈമാനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വേർപിരിഞ്ഞവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി തരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു വരുമാറാകട്ടെ. ഇസ്ലാം മുന്നോട്ട് വെച്ച ഈമാൻ്റെ ഭാഗമായ അൽ ഹയാഉൽ ഖർബുൽ ഈമാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നിറച്ചു തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഅഫു ലനാ യാ ഗാഫിറൽ മുദ്നിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. وصلى الله وسلم تسليما كثيرا. أقم الصلاة. الله أكبر الله أكبر. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح. قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر. لا إله إلا الله. استووا استقيموا للصلاة يرحمكم الله. استووا واعتدلوا وتابكم الله. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير
خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. قد أفلح من تزكى وذكر اسم ربه فصلى بل تحسنون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. سلام